വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന നൂതന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കർത്താവായ യേശുവിന്റെ വ്യക്തിപരമായ പ്രാർത്ഥന എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. യോഹന്നാൻ 17-20 വാക്യം. ഇവർക്ക് വേണ്ടി മാത്രമല്ല, അവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു. പുതിയ നിയമത്തിലുടനീളം യേശുക്രിസ്തുവിന്റെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ നാം ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുമ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും ദൈർഘ്യമേറിയ വ്യക്തിപരമായ പ്രാർത്ഥന യോഹന്നാൻ 17 കാണാം. ആ പ്രാർത്ഥന വായിക്കുന്നത് നമ്മുടെ ഹൃദയങ്ങളെ ഉന്മേഷഭരിതരാക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. അതൊരു മാർഗനിർദ്ദേശ മാതൃകയായും വർത്തിക്കുന്നു. നാം എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. വ്യക്തിപരമായ പ്രാർത്ഥന നമ്മെ ദൈവവുമായുള്ള അടുത്ത കൂട്ടായ്മയിലേക്ക് ആകർഷിക്കുന്നു. പ്രാർത്ഥന നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് അവന്റെ മുൻപാകെ പകരുന്നതാണ്. പ്രാർത്ഥന നമ്മുടെ ഉത്കണ്ഠകളും ആശങ്കകളും അവന്റെ കാൽക്കൽ വയ്ക്കുന്നതാണ്. തിരുവെഴുത്ത് പറയുന്നു, ജനങ്ങളെ എല്ലായ്പ്പോഴും അവനിൽ ആശ്രയിക്കുവീൻ, നിങ്ങളുടെ ഹൃദയം അവന്റെ മുൻപാകെ പകരുവീൻ, ദൈവം നമുക്കൊരു സങ്കേതമാണെന്ന്. സങ്കീർത്തനം 62-8 വാക്യത്തിലും ഞാൻ എന്റെ പരാതി അവന്റെ മുൻപാകെ പകരുന്നു, എന്റെ കഷ്ടത ഞാൻ അവന്റെ മുൻപാകെ അറിയിക്കുന്നു എന്ന് സങ്കീർത്തനം 142-2 വാക്യത്തിലും നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ, അവൻ നിങ്ങൾക്കായി കരുതും എന്ന് 1 പത്രോസ് 5-7 വാക്യത്തിലും കാണപ്പെടുന്നു. യേശുവിന്റെ വ്യക്തിപരമായ പ്രാർത്ഥന സൂക്ഷ്മമായി പരിശോധിച്ചാൽ അവൻ തന്റെ ഭൗമിക ശുശ്രൂഷയിൽ ജീവിച്ചിരുന്ന ശിഷ്യന്മാർക്ക് വേണ്ടി മാത്രമല്ല, ഇന്ന് ജീവിക്കുന്ന നമുക്കായിട്ട് കൂടി പ്രാർത്ഥിച്ചുവെന്ന് നമുക്ക് മനസ്സിലാകും. മുകളിൽ ഉദ്ധരിച്ച വാക്യം വീണ്ടും വായിക്കുക. പിതാവേ, ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് യേശു പറഞ്ഞപ്പോൾ അതിൽ നിങ്ങൾക്കും എനിക്കും പങ്കില്ലേ? അന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച യേശു ഇന്നും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തിരുവെഴുത്ത് പറയുന്നു, അതുപോലെ ആത്മാവ് നമ്മുടെ ബലഹീനതകളെ സഹായിക്കുന്നു. എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നമുക്കറിയില്ലല്ലോ, എന്നാൽ ഉച്ചരിക്കാനാവാത്ത ഞരക്കങ്ങളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി പക്ഷവാതം ചെയ്യുന്നു എന്ന് റോമർ 8-26 വാക്യത്തിൽ കാണപ്പെടുന്നു. ക്രിസ്തുവിന്റെ ഈ മധ്യസ്ഥത മനസ്സിലാക്കിയ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പ്രഖ്യാപിച്ചു, മരിച്ചവനും ഉയർത്തെഴുന്നേറ്റവനും ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നവനും നമുക്ക് വേണ്ടി പക്ഷവാതം ചെയ്യുന്നവനുമായ ക്രിസ്തുവാണ്. ഇത് റോമർ 8-34 വാക്യത്തിൽ കാണപ്പെടുന്നു. അതുകൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരുമില്ല എന്ന് ചിന്തിച്ച് ഇനി ഒരിക്കലും ദുഃഖിക്കരുത്. എന്റെ ഭാരം ആർ ചുമക്കും, എന്റെ കണ്ണുനീർ ആർ തുടയ്ക്കും, എന്റെ ഉത്കണ്ഠകൾ ആർ നീക്കും എന്ന് ചോദിച്ചുകൊണ്ട് വിഷമിക്കേണ്ട. ദൈവമക്കളെ, ഇന്നും യേശുക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. വാക്കുകൾ കൊണ്ട് അപൂർണമായ ഞരക്കങ്ങളോടെ നമുക്ക് വേണ്ടി നിരന്തരം പക്ഷവാതം ചെയ്യുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം ലൂക്കോസ് 22-31-32 വാക്യങ്ങൾ. കർത്താവ് പറഞ്ഞു, ഷീമോനെ ഷീമോനെ, സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് നിന്നെ അപേക്ഷിച്ചു. എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ എന്റെ അടുക്കൽ മടങ്ങി വരുമ്പോൾ നിന്റെ സഹോദരന്മാരെ ഉറപ്പിക്ക. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ ലേവ്യ പുസ്തകം 1, 2, 3 അധ്യായങ്ങൾ. വൈകുന്നേരം മത്തായി സുവിശേഷം 24 1 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.